ഞാൻ ഒറ്റപ്പെട്ട ഈ അമ്മ മാത്രമുള്ള വീട്ടിൽ ഒറ്റക്കൊരു അമ്മനെ സംരക്ഷിച്ച് വന്നിരുന്ന കുഞ്ഞുട്ടനാണ്. ആ കുഞ്ഞുട്ടൻ പോയുമ്പോൾ ഈ അമ്മൻ്റെ അവസ്ഥ എന്താണ്? ലാഭമില്ലാത്തൊരു പരിപാടിക്കും പോലീസില്ല. അവർ സാധാരണക്കാരൻ കൂലിപ്പണിക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തതിന് എഴുതാനും അവന് 10,000 രൂപ ഫൈൻ എഴുതി കൊടുക്കാനും മാത്രമാണ് പോലീസ്. നിലമ്പൂർ വഴിക്കടവിൽ വൈദ്യുതക്കണിയിൽപ്പെട്ട് ഷോക്കേറ്റ് മരിക്കുന്ന ആദ്യത്തെ ആളല്ല അനന്തു. 6 മാസം മുൻപ് വഴിക്കടവ് ആനപ്പാറയിൽ പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞൂട്ടൻ സമാന രീതിയിൽ മരിച്ചിരുന്നു. കുഞ്ഞൂട്ടൻ്റെ നാട്ടുകാരും പ്രദേശവാസികളും ഇവിടെ ഉണ്ട്. അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തെങ്ങിൻ തോട്ടത്തിൽ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷോക്കേറ്റ് ആൾ മരിച്ചു. പക്ഷേ ഇതാ സമാനമായ കേസാണ്. കൂലിയും തൊഴിലൊന്നുമില്ല, കൃഷി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കൂടുതലായി ഇതുപോലത്തെ വിഷയങ്ങളിലേക്ക് തിരിയും. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ സംവിധാനം ഉണ്ടാക്കണ്ടേ? അപ്പോൾ പന്നിനെ പിടിക്കുക, ആന പിടിക്കുക എന്ന് പറഞ്ഞ പല പരിപാടികളും കൃഷിക്ക് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ കെണി വെച്ചതിൻ്റെ ഇടയിലാണ് കുഞ്ഞുട്ടൻ ചെന്ന് പെടുന്നത്. അപ്പോൾ അത് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ളതാണ് വിഷയം. അതിനെതിരെ ആരും ഇതുവരെ ഈ വഴിക്ക് വന്നിട്ടില്ല. ഈ അമ്മ മാത്രമുള്ള വീട്ടിൽ ഒറ്റക്കൊരു അമ്മനെ സംരക്ഷിച്ച് വന്നിരുന്ന കുഞ്ഞുട്ടനാണ്. ആ കുഞ്ഞുട്ടൻ പോയുമ്പോൾ ഈ അമ്മൻ്റെ അവസ്ഥ എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മ എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്കറിയാമല്ലോ. നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ 4 ആളും 10 ആളുണ്ടായിട്ട് പോലും ഒരു കുടുംബം സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മനെ ഞാൻ സംരക്ഷിക്കും. ഇതേ അവസ്ഥയാണ് നിൽക്കുന്നത്. ആൾ തെങ്ങ് കയറാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ പണി കുറവായതിൻ്റെ ശേഷം കോയമ്പത്തൂർ പണിക്ക് പോയതായിരുന്നു. കോയമ്പത്തൂർ പണിക്ക് പോയിട്ട് ഇവിടെ 4 ദിവസം ലീവിന് വന്നായിരുന്നു. ഈ 4 ദിവസം ലീവിന് വന്നിട്ട് ഇവിടെ ചില്ലറ തെങ്ങുകളൊക്കെ കയറാൻ പോകുന്ന ആളാണ് ഈ കുഞ്ഞുട്ടൻ. നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ ചില്ലറ തെങ്ങുകളൊക്കെ 2 തെങ്ങ് 3 തെങ്ങ് കയറാനുള്ള. അന്ന് ഇതേപോലെ തെങ്ങ് കയറാൻ പോയതായിരുന്നോ? അതെ, തെങ്ങ് കയറാൻ പോയതായിരുന്നു. രാവിലെ ഒരു 6:30-7 മണിയാകുന്ന നേരത്താണ് ഇപ്പോൾ അതിൽ പാസ് ചെയ്യണത്. അതിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ആ വീട്ടിലേക്ക് പോണതും പിന്നെ അവിടെ തെങ്ങ് 2-3 തെങ്ങ് കയറിയെന്ന് പറഞ്ഞു. 4ാമത്തെ തെങ്ങ് കയറിയുമ്പോഴാണ് ഈ പിന്നെ തെങ്ങുമെന്ന് ഇറങ്ങിയതിന് ശേഷം ഈ കമ്പി അവൻ കണ്ടിട്ടില്ല. പൂളൊക്കെ വെച്ച കമ്പിയായിരുന്നു. ഈ കമ്പിയിൽ കാല് തട്ടിയിട്ട് അങ്ങനെ ഷോക്കേറ്റ് അവൻ അവിടെ വീണു. പിന്നെ ഞങ്ങളൊക്കെ ചെല്ലണത് ഇവൻ അറ്റാക്കാണെന്ന് പറഞ്ഞിട്ടാണ് അവർ അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അറ്റാക്കല്ല, അവൻ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം കൊണ്ടുപോയ സമയത്താണ് അവിടുന്ന് ഇങ്ങനെ കറണ്ട് അടിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ 6 മാസമായിട്ട് ഇതിനെക്കുറിച്ചൊരു വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുഞ്ഞൂട്ടൻ്റെ വീട്ടിന് മുമ്പിലാണ് നിൽക്കുന്നത്. കുഞ്ഞൂട്ടൻ്റെ അമ്മ ലക്ഷ്മി അമ്മയുണ്ട്. അമ്മ അന്ന് സംഭവം നടന്നതിന് ശേഷം ആരെങ്കിലൊക്കെ കാണാനൊക്കെ ആയി വന്നിരുന്നോ? എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും വന്നിരുന്നോ? ആരും വന്നില്ല. ആരും വന്നിട്ടില്ല. ഞാൻ ഒറ്റപ്പെട്ട പ്രതി അറസ്റ്റ് ചെയ്ത് ഒരു 10-15 ദിവസമൊക്കെ കിടന്നുള്ളൂ തോന്നുന്നുണ്ട്. അല്ലേ, അതിൻ്റെ മുന്നേ ആളിറങ്ങി പോന്നു. ഞങ്ങൾ വിചാരിച്ചു അതിനെന്തെങ്കിലുമൊക്കെ പ്രതികരണം ഉണ്ടാവും എന്നൊക്കെ കരുതിയതായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും പുറത്തിറങ്ങി എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അമ്മ ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട പോലെയായി. ഇപ്പോൾ ഒരു രാത്രിയിൽ അന്തി ഉറങ്ങാനൊരു തുണയ്ക്ക് ആളില്ലാത്തതുകൊണ്ട് അമ്മേൻ്റെ ഒരു കുടുംബക്കാരുണ്ട്, കുറച്ച് ദൂരെയാണ്. അവിടേക്ക് പോകും വൈകുന്നേരം ആകുമ്പോൾ. അതല്ല അങ്ങോട്ട് പോകാൻ വയ്യാത്ത സമയമാകുമ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു വീട്ടിലാണ് രാത്രി കടന്നുറങ്ങുക. കുഞ്ഞൂട്ടൻ്റെ മക്കൾ 3 മക്കളാണ്. അവർ ഭാര്യയും കുഞ്ഞുട്ടനായിട്ട് കുറച്ച് ഇതായിട്ട് അവർ ഇവിടുന്ന് വേറെയാണ് താമസം. അവരുടെ വീട്ടിലാണ് താമസം. അമ്മ ഒറ്റയ്ക്കായി. ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവരോട്. അവർ പോലീസുകാർ വന്ന് അവർ റിപ്പോർട്ട് അന്നെടുത്ത് പോയി എന്നല്ലാതെ ഇതുവരെയായിട്ട് അതിനെക്കുറിച്ച് വേറെ സംസാരമോ കാര്യങ്ങളോ ഒന്നും. ഇതുപോലത്തെ കേസുകളെല്ലാം പോലീസുകാരും ഇതിൻ്റെ അല്ലെങ്കിൽ ആരാണോ പ്രതികളിച്ച് അവരും തമ്മിൽ ധാരണയിൽ ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം പോലീസിനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ പോലീസിന് സാമ്പത്തിക ലാഭം കിട്ടുന്നിടത്തേക്ക് നിൽക്കാനുള്ള നിലപാടും കൊണ്ടാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ പോലീസ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ലാഭമില്ലാത്തൊരു പരിപാടിക്കും പോലീസില്ല. ഇതിലേറെ നമുക്ക് നല്ലത് എന്താ വെച്ചാൽ നാട്ടിലെ ആൾക്കാർ കാവൽക്കാരെ ഏൽപ്പിക്കുന്നതാണ് പോലീസിനേക്കാളും നല്ലത്. അവർ സാധാരണക്കാരൻ കൂലിപ്പണിക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തതിന് എഴുതാനും അവന് 10,000 രൂപ ഫൈൻ എഴുതി കൊടുക്കാനും മാത്രമാണ് പോലീസ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യൂലേ? അത് ചെയ്യണില്ല. എന്തായാലും കുഞ്ഞുട്ടൻ പോയതോടുകൂടി ലക്ഷ്മി അമ്മ ഒറ്റയ്ക്കായി. ഈ അനന്തു മരിച്ചതുപോലെ കുഞ്ഞുട്ടൻ മരിച്ചതുപോലെ വൈദ്യുത കെണിയിൽപ്പെട്ടുണ്ടാകുന്ന മരണങ്ങൾ ഇനിയും ആവർത്തിക്കരുതെന്നാണ് ഇവർക്ക് ആവശ്യപ്പെടാനുള്ളത്. വീഡിയോ ചാനൽ അഭിമന്യുവിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.